അപ്പോൾ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് മസ്റ്റായിട്ട് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ അടുത്ത് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് അമർത്തി സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ആദ്യം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, എനിക്കാണ് ഇപ്പൊ ബിഗ് ബോസ് കാണാൻ തന്നെ താല്പര്യം തോന്നുന്നില്ല. കാരണം ഒന്നുമില്ല, ഈ ലാലേട്ടന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല. സുഖം തന്നെ കുറച്ച് ഗെയിം കളിച്ചാലും നമുക്ക് എന്നൊക്കെയുള്ള കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പുള്ളിയുടെ പാട് നോക്കിപ്പോ. നമ്മളെ പോലുള്ള ആൾക്കാരിൽ ഇവിടെ ഊപ്പാട് വരുന്നത് 10 പള്ളു വിളിക്കണ്ടേ, ലാലേട്ടൻ പോയിട്ട് ഹൗസിൽ പോയിട്ട് 10 പള്ളു വിളിക്കണ്ടേ, വാടാ നീ എന്താ കളിക്കുന്നത് എന്നും പറഞ്ഞ് പറയണ്ടേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് വല്ലതും കിട്ടുമോ സംസാരിക്കാനായിട്ട്. ഇതൊന്നും പറയില്ല മക്കളെ. പൊന്നെ എന്തൊക്കെയുണ്ട്, ഗസ്റ്റിനെ കാണണോ, കൊണ്ടുവരട്ടെ, സുഖം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു രസമില്ല. ഇത് പറയണ എനിക്ക് രസമില്ല, കേൾക്കണം നിങ്ങൾക്ക് ഒട്ടും രസം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വളരെ മോശമായിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മളെ ഗബ്രി പോയപ്പോ 2 ആൾ ഔട്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒരു വാണെന്ന് പറഞ്ഞ രതീഷായിരുന്നു, അവൻ പോയി. ഒന്ന് ഗബ്രി, അതും പോയി. 2 പേരെയും പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നു, 2 പേരെയും പുറത്താക്കി. ഒന്ന് രതീഷാണെന്ന് മാത്രം. രതീഷ് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി വന്നാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും. പിന്നെ ഇപ്പൊ ഏകദേശം 10-15 പേര് അടുപ്പിച്ചോളം ഉണ്ട്. 10-15 10-13 പേര് അടുപ്പിച്ചോളം ഉണ്ട്. ഇനി ഒരു മാസം കൂടെ ഉണ്ട്. ഈ ഒരു മാസം കൊണ്ട് ഇവർ എത്ര പേരോടെ ഇവരെ പുറത്താക്കാൻ വേണ്ടി പോകണം. 2 പേരെ വെച്ച് പുറത്താക്കേണ്ടിയിരിക്കും. എന്തായാലും കൊള്ളാടേ ഈ ബിഗ് ബോസിന്റെ കാര്യം. ബിഗ് ബോസ് അല്ല അങ്ങനെ ആണെങ്കിൽ ശരി, കുഴപ്പമില്ല. ഈ മോഹൻലാൽ വന്ന് കിടന്ന് എന്തിടെ കാണിക്കുന്നു. ഒന്ന് 10 പേരെ വല്ല വഴക്ക് പറഞ്ഞൂടെ, ചൂടായി പറഞ്ഞൂടെ, ലൈൻ കട്ട് എന്ന് പറഞ്ഞൂടെ. ലൈൻ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ സെറ്റായിരിക്കും. പക്ഷെ പറയുന്നില്ല, എന്തൊരു ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് 2-3 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് തോന്നി. കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. ജിൻഡോനോട് ലാലേട്ടൻ ചോദിച്ചിരുന്നു മറ്റേ ആ വെടിവെപ്പ് ടാസ്കിൽ ലാലേട്ടന്റെ ഒരു ജിൻഡോ ജാസ്മിനെയും ശ്രീധുവിനെയും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. ജാസ്മിൻ ഈ ഗബ്രിയുടെ ടീമിനെ നന്നായിട്ടൊന്ന് പുഷ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നവരസങ്ങൾ കൊണ്ട് ഇങ്ങനെ മെഴുകുകയായിരുന്നു ജാസ്മിൻ നമ്മുടെ ഗബ്രിയുടെ അടുത്ത്. അപ്പൊ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതെന്തോ ഒരു ഉടായിപ്പുണ്ട്. പക്ഷെ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അത് കണ്ട്, ഈ പെണ്ണുപിള്ള ഇങ്ങനെ മറ്റേ ഗബ്രി എടുത്ത് കാണിക്കണ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ജിൻഡോ പറഞ്ഞ കാര്യമുണ്ട്. ഇവരുടെ ഒരു കോംബോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീധു അർജുനെ സഹായിക്കും, ജാസ്മിൻ ഗബ്രിയെ സഹായിക്കും. ഈ 2 പേരും 2 ടീമിനെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ജിൻഡോ പറഞ്ഞതിനോട് ഞാൻ നന്നായിട്ട് തന്നെ ഇപ്പൊ യോജിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ വെറും കൂറയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ റസ്മിൻ. അതിനെ കൊണ്ട് ഇനി വയ്യ, മറ്റേ നമ്മുടെ വാക്കിംഗ് ഒക്കെ പറയുന്നല്ല, വയ്യ പുള്ളിക്കാരത്തേക്ക് ഇനി വയ്യ. അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിലത്തെ. ഒരു ഉപയോഗമില്ലാത്ത ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു പുള്ളിക്കാരത്തേക്ക്. പറ്റണില്ല പുള്ളിക്കാരത്തെ കൊണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയാം, പിന്നെ ഈ ജാസ്മിൻ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ ഈ ലാലേട്ടന്റെ എപ്പിസോഡ് മാത്രം ഈ ജിൻഡോന് എപ്പോഴും ജിൻഡോ കാക്ക എന്നുള്ളൊരു വിളിയുണ്ട്. എന്തിനാണ് ഈ കിടന്ന് വിളിക്കുന്നത്? ഈ ലാലേട്ടൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവക്കൊരു വേറൊരു വിളിയുണ്ട്. എടാ ജിൻഡോ എടാ ജിൻഡോ മാ എന്നൊക്കെ പറഞ്ഞ കുറെ വിളി അങ്ങനെ ഉണ്ട്. ഇതിന്റെ ഇത് മൊത്തം ഡ്രാമയാണ് ഇവിടെ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു സംഭവം അത്ര തോന്നിയില്ല. പിന്നെ തമാശയായിട്ട് തോന്നിയത് എനിക്ക് മറ്റേ നമ്മുടെ അർജുന്റെയും മറ്റേ ശ്രീരേഖയുടെ ആ ഒരു ആക്ട് തമാശയായിട്ടൊന്നല്ല, അവരെ ഒരു പൂവാലനായിട്ട് ചിത്രീകരിച്ച് പറയാൻ പറഞ്ഞപ്പോൾ കാണിച്ചൊരു ആക്ട്. അതുപോലെ ഋഷി, പിന്നെ അഭിഷേക്, ഇവരൊക്കെ കാണിച്ചായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ അത്ര വലിയ സംഭവമൊന്നും അല്ലേ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ദേഷ്യം വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം 3/4 ഭാഗമെങ്കിലും കാണാം കേട്ടോ വീഡിയോ. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോവാം കാണുന്ന ആൾക്കാർ മാക്സിമം കേട്ടോ. ജിൻഡോ ഇപ്പുറം നിന്ന് ഓരോ കാര്യം പറയണമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇവളമാരെയൊക്കെ സ്വഭാവം പുള്ളിക്കാരനെ അറിയാം. അതുകൊണ്ട് അവള് അപ്പുറം പോയി പറഞ്ഞു. അത് അവൻ മറ്റേ ഗബ്രിയുടെ ടീമിനെ ജാസ്മിൻ സഹായിച്ചു, അർജുൻ ടീമിനെ ശ്രീധു സഹായിച്ചു. ഈ ജാസ്മിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബോംബ് എടുത്ത് ചുമ്മാ എറിഞ്ഞ് പുറത്ത് കളയാണ്. എങ്ങനെയും തീർക്കണം, എങ്ങനെയും പുറത്ത് കളയുക എന്നുള്ള ഉദ്ദേശത്തിൽ ചുമ്മാ എറിഞ്ഞെറിഞ്ഞ് പുറത്ത് കളയാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏകദേശമൊക്കെ ഒരു ധാരണയിലാണ് ഇവര് ഗെയിം കളിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പം ഇനിയും ഒരുപാട് വീഡിയോ വരാനുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് എല്ലാം ചെയ്ത് നിങ്ങൾ വെക്കാം. പുതിയ കിടിലൻ കണ്ടന്റ് ആയിട്ട് ഞാൻ വരും. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.